മലപ്പുറം തിരൂരിൽ വാക്കുതർക്കത്തിനിടെ മകൻ അച്ഛനെ തലക്കടിച്ചു കൊന്നു. തെക്കൻ അന്നാര സ്വദേശി വേലായുധനാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ ഉണ്ണികൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം തിരൂർ തെക്കൻ അന്നാരയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ദാരുണ സംഭവമുണ്ടായത്. ചോറ് വിളമ്പുന്ന വലിയ തവി കൊണ്ടുള്ള മകന്റെ ശക്തമായ അടിയേറ്റാണ് തെക്കനന്നാര കുഴിപ്പയിൽ വേലായുധൻ എന്ന 65-കാരൻ കൊല്ലപ്പെട്ടത്. അച്ഛനുമായുണ്ടായ വാക്കുതർക്കത്തിനിടെ കയ്യിലുണ്ടായിരുന്ന തവി കൊണ്ട് ഉണ്ണികൃഷ്ണൻ വേലായുധന്റെ തലയ്ക്ക് 3 തവണ ശക്തമായി അടിക്കുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി വീട്ടിലെത്തിയ മകൻ ഉണ്ണികൃഷ്ണനും വേലായുധനുമായി രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഇതിന്റെ വിരോധത്തിലാണ് പ്രകോപിതനായ മകൻ ക്രൂരകൃത്യം ചെയ്തത്. അടിയേറ്റ് വേലായുധന്റെ തലയിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് കണ്ട് ഭയന്നുപോയ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് പിന്നീട് പരിക്കേറ്റ അച്ഛനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും രാത്രിയോടെ വേലായുധൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. മുമ്പ് മുത്തൂർ വിഷുപ്പാടത്ത് താമസിച്ചിരുന്ന വേലായുധനും കുടുംബവും ഏതാനും വർഷം മുമ്പാണ് തെക്കൻ അന്നാരയിലേക്ക് താമസം മാറിയത്. നിലവിൽ ടാർപോളിൻ കൊണ്ട് മറച്ച ചെറിയ ഷെഡിലാണ് ഉണ്ണികൃഷ്ണനും അച്ഛൻ വേലായുധനും മാത്രമായി താമസിച്ചിരുന്നത്. രാധയാണ് വേലായുധന്റെ ഭാര്യ. ജിതേഷ്, ജീന എന്നിവരാണ് മറ്റു മക്കൾ. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊലപാതകം നടത്തിയ ഉണ്ണികൃഷ്ണൻ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ന്യൂസ് മലയാളം, മലപ്പുറം.